അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നലെ അഡ്യാർ കണ്ണൂരിൽ നടന്ന ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. അതിൽ ചില ദൃശ്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യേണ്ട ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ് ഇന്നലെ അഡ്യാറിൽ നടന്ന ഒരു സംഭവം. എന്താണെന്ന് വെച്ചാൽ, വഖഫ് ബില്ലിനെതിരെ അവർ പ്രതിഷേധിച്ച് മുസ്ലിമീങ്ങൾ എല്ലാവരും ഐക്യത്തോടെ, അത് AP വിഭാഗക്കാരാവട്ടെ, EK വിഭാഗക്കാരാവട്ടെ, SDP ആവട്ടെ, തുടങ്ങിയിട്ട് എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ചിട്ട് ഒരു സ്ഥലത്ത് കൂടുകയാണ്. അത്ഭുതമെന്നോളം അവിടെ കൂടിയ ജനങ്ങളുടെ സംഖ്യ ലക്ഷങ്ങൾ കടന്നു എന്നുള്ളതാണ്. അത്രയും നിറഞ്ഞ ആൾക്കാരായിരുന്നു അവിടെ ചേർന്നിട്ടുണ്ടായിരുന്നത്. അത്ഭുതം തോന്നിപ്പോയി. മാത്രമല്ല, അവിടെ സ്റ്റേജിൽ ഇരുന്നതായ ചില ആൾക്കാരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എൻ്റെ ജീവിതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഫംഗ്ഷന് ഞാൻ കണ്ടിട്ടില്ല. വയസ്സായതായ വലിയ വലിയ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ സ്റ്റേജിൽ ഇരുന്നതായ ആൾക്കാർ പറഞ്ഞ വാക്കുകളായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, മുസ്ലിമീങ്ങൾ ഒത്തൊരുമിച്ച് നിന്നാൽ, അവരുടെ ഐക്യമാണ് നിന്ന് കഴിഞ്ഞാൽ അവരുടെ ശക്തി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. മാത്രമല്ല, ഏതേ ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഇന്നലെ അഡ്യാർ കണ്ണൂരിൽ വെച്ച് നടന്ന ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ലാതെ ആർക്കും വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ മുസ്ലിമീങ്ങളുടെ ഇതനുസരിച്ച് തന്നെ അവർ നല്ലൊരു ഡിസിപ്ലിനോട് കൂടിയായിരുന്നു അവിടെ നടന്ന ഒരു സംഭവങ്ങളും കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിലാണ്. അതിനൊരു വലിയൊരു ഉദാഹരണം എന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വഴിയിൽ ആംബുലൻസ് വരുന്ന സമയത്ത് അതിന് വഴി ഒരുക്കി കൊടുക്കുന്നതായ വീഡിയോകൾ വാട്സപ്പിലൂടെ കാണുന്നുണ്ട്. അത് വീഡിയോ കണ്ടു നോക്കിയേ, അവർ വഴികൾ എളുപ്പമാക്കി കൊടുക്കുന്നുണ്ട്. അത്രയോട് ബ്ലോക്കായിട്ട്, എന്ന് വെച്ചാൽ അത്രയും നിറഞ്ഞു നിൽക്കുകയാണ് ആൾക്കാർ. അതിൻ്റെ ഇടയിൽ കൂടി ആംബുലൻസ് വരുന്ന സമയത്ത് അവിടുത്തെ സംഘാടകരും അവിടുത്തെ ജനങ്ങളും ചേർന്ന്, അവിടെ ചേർന്നതായ ആൾക്കാരൊക്കെ ചേർന്ന് ആ ആംബുലൻസിന് വഴിയൊരുക്കി കൊടുക്കുകയാണ്. അതിൻ്റെ വീഡിയോകൾ വാട്സപ്പിലൂടെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നിപ്പോയി. നമ്മുടെ സമൂഹത്തിൻ്റെ ആൾക്കാരാണല്ലോ എന്ന്, ഇത്രയും നന്മ നിറഞ്ഞ മനസ്സാണെന്ന് വളരെ സന്തോഷം തോന്നി. ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിയേ. വളരെ സന്തോഷമുണ്ട് ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ. ശരിക്കും നിങ്ങൾ പറ, എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? ഈ ദൃശ്യങ്ങളും അവിടുത്തെ ആ വിഷയങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒന്ന് നിങ്ങൾ കമൻസിലൂടെ അറിയിച്ച്
ഇത്രയും ആൾക്കാർ ചേർന്നതായ ഒരു സദസ്സ് നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇൻഷാ അല്ലാഹ് തുടരെയായി നമ്മൾ വിചാരിച്ച ആ വഖഫ് ബില്ല് റിജക്റ്റ് അത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മുസ്ലിം സമുദായത്തിന് ഇത്തരത്തിലുള്ള എത്ര ബില്ലുകൾ മുമ്പ് NRCയും അതേപോലെ പല കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിനെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. ഇതും കഴിയുകയില്ല എന്ന് നമുക്ക് നല്ല മനസ്സോടെ ഇരിക്കാം. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിനെ നോട്ടമിട്ട് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ തൊട്ട് അള്ളാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ മുസ്ലിമീങ്ങൾ ഐക്യത്തോടെ നിന്നു കഴിഞ്ഞാൽ എന്തിനും സാധിക്കാൻ കഴിയുമെന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. അഡ്യാർകണ്ണൂരിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ്, അതായത് വഖഫ് ബില്ലിനെതിരെ അത് റിജക്ട് ചെയ്യണമെന്നുള്ള ഒരു പ്രൊട്ടസ്റ്റ്. യെസ്, അതിലേക്ക് ചേർന്നതായ മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരെ നിങ്ങൾ കണ്ടു. എത്ര ആൾക്കാരാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ജനസാഗരം തന്നെ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇനി ഈ വഖഫ് ബില്ലല്ല, ഇതിനേക്കാൾ അപ്പുറമായി എന്ത് ബില്ല് കൊണ്ടുവന്നാലും ഐക്യത്തോടെ മുസ്ലിമീങ്ങൾ നിൽക്കുമെന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഇന്ന് അഡ്യാർകണ്ണൂരിൽ വെച്ച് കണ്ടത്. യെസ്, അതാണ് മുസ്ലിം ഐക്യം എന്ന് പറയുന്നത്. വി റിജക്ട് വഖഫ് ബിൽ. ഇൻഷാ അല്ലാഹ് നമ്മൾ വിചാരിച്ചത് അത് നടക്കുക തന്നെ ചെയ്യും. ಮುಸ್ಲಿಂ ಕಸದಿ ಆಸ್ತಿಯಲ್ಲಿ ನಿಮಗೆಂತೆಂತ ಕರಾರು, ನಿಮ್ಮದೇ ಅಲ್ಲದ ವಕ್ಫಿನ ಮೇಲೆ ಕಾಯ್ದುಕೊಳ್ಳಲು ಬೀಗ. ಕೆಲವು ಮಾಧ್ಯಮಗಳು ಅದೇ ರೀತಿ ನಮ್ಮ ಸಹೋದರ ಧರ್ಮೀಯರು ಆಲೋಚನೆ ಮಾಡಿದ್ದಾರೆ, ಇದು ಹಿಂದೂಗಳ ವಿರುದ್ಧ ಅಥವಾ ಇದೊಂದು ಪಕ್ಷದ ವಿರುದ್ಧ. ಪ್ರಥಮವಾಗಿ ಹೇಳುತ್ತಾ ಇದ್ದೇನೆ, ಇದು ಯಾವುದೇ ಪಕ್ಷದ ವಿರುದ್ಧವಲ್ಲ, ಇದು ಯಾವುದೇ ಧರ್ಮದ ವಿರುದ್ಧ ಹೋರಾಟವಲ್ಲ, ಇದು ಯಾವುದೇ ಜಾತಿಯ ವಿರುದ್ಧದ ಹೋರಾಟವಲ್ಲ. ಈ ಹೋರಾಟ ಬಾಲಾ ಸಾಹೇಬ್ ಅಂಬೇಡ್ಕರ್ ಅವರ ಸಂವಿಧಾನವನ್ನು